ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്തായാലും തുറച്ചു നോക്കണത്? സമയങ്ങൾ കളയാതെ കടലാസുകളിൽ സീൽ വെച്ചേരി. Why are you going abroad? എന്താര്? എല്ലാം കടലാസുകളിൽ തോനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് വായിച്ച് പഠിക്കേ. हेलो, ये बैग किसका है? ये उनका है. മക്കളെ എന്റെ വായിക്ക്. ये आपका है? खोलो. പോലാ. Open it. ഓപ്പൺ ഇറ്റ്. അങ്ങനെ പറയേ. Wait. What is this? ഇത് കടുമാങ്ങ അച്ചാറ്. രാസനാദി പൊടി എന്റെ തലയിലിട്ട് തിരുമായി. ഇത് ധന്യന്തരം കുഴമ്പ് എന്റെ ദേഹത്ത് വേദന വരുമ്പോൾ തടവാൻ. No. This is not allowed. എന്തൊരു? Passport दिखाओ. പാസ്പോർട്ട്? അയ്യോ. क्या है? पासपोर्ट दिखाओ. ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പാസ്പോർട്ട് നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടു. എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും അമ്മ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു പോയി. അമ്മേ, ഇത്തരം സാധനങ്ങളൊന്നും ഫ്ലൈറ്റിൽ കേട്ടില്ല. हेलो. താങ്ക് യു സർ. Okay. എന്നാലും എൻ്റെ മക്കളെ, എൻ്റെ മോന് കടുമാങ്ങ അച്ചാർന്ന് വെച്ചാൽ ജീവനായിരുന്നു. അവന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതിനെന്താ, അമ്മയ്ക്ക് എവിടെ ചെന്നാലും അച്ചാറുണ്ടാക്കാമല്ലോ. എനിക്കാണെങ്കിൽ ആണും പെണ്ണോട്ട് ഒറ്റ ചെറുക്കനേ ഉള്ളു. അവനാണെങ്കിൽ പറക്കമുറ്റിയപ്പോ അങ്ങ് ആഫ്രിക്കയിലോട്ട് പോയി. അവിടെ ഒരു കറമ്പി പെണ്ണിനെ കെട്ടി താമസവും ആയി. ഇതേവരെ അവൻ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ദാണ്ടെ ഇപ്പൊ പെണ്ണിന് പേരായപ്പോ കളിക്കാവളയിൽ കിടക്കുന്ന പാഷയും പത്രാസും ഇല്ലാത്ത എന്നെ വേണം. ആഫ്രിക്കയെ കുറിച്ച് നാട്ടുകാർ പലതും പറയണുണ്ട്. ആഫ്രിക്ക ഒരു ഇരുണ്ട ഭൂഖണ്ഡമാണ്, മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്നവരുണ്ട്, പിന്നെ ഈ തുണി കൊടുക്കാത്തവരുണ്ട് എന്നൊക്കെ. എന്താരാണ് മക്കളെ ഇതിന്റെ വാസ്തവം?
I-968 to Nairobi via ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ഡിലേ ആണ്. ആഫ്രിക്കയെ കുറിച്ച് മക്കൾക്ക് എന്തെങ്കിലും പറയാൻ അറിയാമോ? ആഫ്രിക്കയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടമ്മ. എന്നാ പറയേ. ഒരിക്കൽ അമ്മയെപ്പോലെ ആദ്യമായി വിമാനം കയറാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ ഞാനും വന്നതാ. ആഫ്രിക്കയിലേക്കല്ല, അമേരിക്കയിലേക്ക്. അച്ഛനും അമ്മയും അമ്മാവനും എല്ലാവരും ഉണ്ടായിരുന്നു യാത്രയക്കാൻ. വാ മോളെ. ഹേയ്, എന്താ അമ്മണി ഇത്? ആറ്റുനോട്ടുണ്ടായ മോൾ അമേരിക്കയിലോട്ട് പോകുമ്പോ എന്തിനാ നീ കരയുന്നത്? ശുഭമോൾ അമേരിക്കയിൽ ചെന്നാലുടൻ അച്ഛനും അമ്മയ്ക്കും ഓരോ വിസ എടുക്കണം. പിന്നൊരെണ്ണം ഈ വേലുപ്പിള്ള അമ്മാവനും ആയിക്കോട്ടെ. അത് ശരിയാ, അത് മറക്കണ്ട. മോള് ശരീരം നോക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. അതൊക്കെ അവള് നോക്കിക്കൊള്ളും. നീ പോയി ആ തള്ളുവണ്ടി എടുത്തോണ്ട് വാ ശ്രീധര. അവിടെ വെച്ച് നാട്ടുകാരനും വലിയ പൊങ്ങച്ചക്കാരനുമായ കർത്താവിനെ അച്ഛൻ കണ്ടു. പാവ അച്ഛൻ തന്റെ മകൾ അമേരിക്ക എന്ന സ്വർഗത്തിലേക്ക് പറക്കുന്നതോർത്ത് ഒരുപാട് സന്തോഷിച്ചു. അല്ല, മരുമോൻ US എവിടെയാ പണി? അമേരിക്കയിൽ വലിയൊരു കമ്പനിയിൽ എഞ്ചിനീയറാ. ലീവ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്നായിരുന്നു കല്യാണം. വേണ്ടപ്പെട്ട പലരെയും വിളിക്കാൻ പറ്റിയില്ല. അതിലൊന്നും വലിയ കാര്യമില്ല. വിളിച്ചാൽ തന്നെ വരാൻ എനിക്കെവിടെയാ സമയം? കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അവന് പോകേണ്ടി വന്നു. ആദ്യ രാത്രിക്ക് പോലും നിന്നില്ല. അവന് ഏതോ ഒരു കമ്പനിയിൽ പ്ലാന്റ് പൊട്ടിയത്ര. അവനെ അന്ന് നന്നാക്കാൻ അറിയൂ. പൊട്ടിയ പ്ലാന്റ് അങ്ങ് ആഫ്രിക്കയില. അവനവിടെ പ്ലാന്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുക. മോൾ അവിടെ എത്തിയാലുടൻ രണ്ടാളും കൂടെ അമേരിക്കയിലേക്ക് അങ്ങ് പറക്കും. മോളെ, ഹാപ്പി ജേർണി. ആഫ്രിക്കയിൽ എയർപോർട്ടിൽ എൻ്റെ ഭർത്താവ് US ടിക്കറ്റുമായി കാത്തു നിൽക്കുന്നു. അങ്ങനെ എൻ്റെ യാത്ര ആരംഭിച്ചു, ആഫ്രിക്ക വഴി അമേരിക്കയിലേക്ക്. അഴകായി മുകിലായി കനവായി ഇവളെൻ മുന്നിൽ അയ്യോ. Baba, yeah.
മലിബു ആഫ്രിക്ക. എന്താ? വെൽക്കം ടു ആഫ്രിക്ക. ഇത് തലയിൽ പോലും വെക്കാൻ കൊള്ളില്ലല്ലോ. ആ, ഇതൊക്കെ ആഫ്രിക്കയുടെ ഒരു സ്റ്റൈലാ. ആ പെട്ടിയൊക്കെ എവിടെ? ഏത് പെട്ടി? നമ്മൾ അമേരിക്കയിലേക്ക് പോവല്ലേ? അത് ഉടനെ ഇല്ലല്ലോ. അതെന്താ? താൻ വാ പറയാം. നമ്മൾ എപ്പോഴാ അമേരിക്കയിലേക്ക് പോണേ? ഫ്ലൈറ്റ് ലേറ്റാ. എത്ര മണിക്കൂർ? 48 മണിക്കൂർ. ആ, 2 ദിവസം. അയ്യോ, അതെന്താ? ആ സമയം കൊണ്ട് നമുക്ക് ഇവിടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. ഇനിയിപ്പോ ഇവിടുന്ന് ആഫ്രിക്കയിലേക്ക് എത്ര ദൂരമുണ്ട്? താനിത് എന്തൊക്കെയാ പറയുന്നത്? ഇതല്ലേ ആഫ്രിക്ക? ഒന്ന് പോയേ. ഞാൻ വായിച്ചിട്ടുള്ളതാ, ആഫ്രിക്ക എന്ന് വെച്ചാ വലിയ ഇരുണ്ട ഭൂഖണ്ഡാണെന്നും അവിടെ ആളുകൾ തുണി ഉടുക്കത്തില്ലെന്നും ഒക്കെ. അത് ആഫ്രിക്കക്കാര് കുളിക്കുന്നത് കണ്ട് സായിപ്പുണ്ടാക്കിയ കഥയാ. ഇത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടിനേക്കാൾ നല്ല നാടാ. അല്ല, അപ്പൊ ഈ ഇരുണ്ട ഭൂഖണ്ഡം എവിടെയാ? അത് ഇന്ത്യയുടെ തെക്കേ അറ്റത്താണെന്ന് തോന്നുന്നു. സ്വന്തം വീട്ടിലെ അഴുക്കെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അയൽപക്കക്കാരന്റെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നവരുടെ നാട്. ഇവിടെ മനുഷ്യരൊന്നുമില്ലേ? മൃഗങ്ങൾ മാത്രമേ ഉള്ളോ? നമ്മളിത് എങ്ങോട്ടാ പോണേ? ഇവിടെ അടുത്ത് എന്റെ ക്വാർട്ടേഴ്സിലേക്കാ. എത്ര ദൂരമുണ്ട്? 600 കിലോമീറ്ററേ ഉള്ളൂ. അത്രയും ദൂരോ? ഇവിടെയൊക്കെ 1000 കിലോമീറ്റർ കഴിഞ്ഞാലേ ദൂരം എന്ന് പറയാറുള്ളൂ. അതെന്താ? അതാ ഇവിടുത്തെ ഒരു രീതി. ഇവിടെ കൃഷിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, മഴയുള്ളത്. എപ്പോഴാ മഴ? 5-6 വർഷത്തിലൊരിക്കൽ. അയ്യോ, അപ്പൊ കുടിക്കാൻ വെള്ളം കിട്ടില്ലേ? കുടിക്കാൻ വെള്ളം കിട്ടും, വേറൊന്നിനും വെള്ളം കിട്ടില്ല. ഇവിടെയൊക്കെ ആൾക്കാർ മണൽ കൊണ്ടാ കാര്യം സാധിക്കുന്നത്. മണല് വെച്ചിട്ടാണോ പല്ല് തേക്കുന്നത്? പല്ല് തേക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ തനിക്ക് വിശക്കുന്നില്ലേ? ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചു. 2 ദിവസം ഇവിടെ തങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോഴാ. ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്ത് ടിക്കറ്റ്? അമേരിക്കക്ക്. പിന്നെ ടിക്കറ്റ് ഇല്ലാതെ പിന്നെ ഫ്ലൈറ്റ് കയറാൻ പറ്റുമോ? എന്താ നിർത്തിയേ? ഇനി തനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചോദിക്കുക. അയ്യോ, ഇവിടെ വെച്ചോ? ഇവിടെ ആവുമ്പോ ആരും കേക്കില്ലല്ലോ. കേട്ടാലെന്താ? താൻ ചോദിക്കേ. നമ്മൾ എപ്പോഴാ അമേരിക്കക്ക് പോണേ? ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. വേറെ എന്ത് ചോദിക്കാനോ? നമ്മൾ ഒരുമിച്ച് ചെലവഴിക്കാൻ പോകുന്ന ആദ്യത്തെ രാത്രിയാണെന്ന്. അതിനെക്കുറിച്ചൊന്നും? അതൊക്കെ അമേരിക്കയിൽ എത്തിയിട്ട് മതിയെന്നാ അച്ഛൻ പറഞ്ഞേ. അതെന്താ, അമേരിക്കയിൽ ആദ്യ രാത്രിക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ? അതെ, എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? തനിക്ക് എത്ര ആലോചനയാ വന്നത്? 10-12. അമേരിക്കക്കാരനല്ലെങ്കിൽ വേണ്ടാന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു. താനും പറഞ്ഞു. അത് എനിക്ക് അമേരിക്കയിൽ താമസിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാ. കുറെ കാലമായിട്ട് തന്റെ കല്യാണം നടക്കാതെ വന്നപ്പോ തന്റെ അമ്മ പറഞ്ഞിട്ട് വേലിപ്പിള്ള അമ്മാവനാ ഈ ആലോചനയായിട്ട് വന്നത്. ഇതൊക്കെ മൂപ്പരുടെ പ്ലാനാ. തന്റെ അമ്മയ്ക്കും അറിയാം. എന്ത് പ്ലാൻ? പറയാം. എനിക്കും 10-30 ആലോചന വന്നതാ. ഒറ്റ ഒരുത്തിക്കും താല്പര്യമില്ല. എന്തുകൊണ്ട്? ഞാൻ പണിയെടുക്കുന്നത് അമേരിക്കയിലല്ല, ആഫ്രിക്കയില. വെറുതെ പറയല്ലേ, ഞാൻ നെറ്റിൽ നോക്കിയതാ. എന്റെ കമ്പനി ഒരു അമേരിക്കൻ കമ്പനിയാന്നുള്ളത് ശരിയാ. പക്ഷെ അതേ കമ്പനിയുടെ ആഫ്രിക്കയിലുള്ള ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഒരു എഞ്ചിനീയർ ആയിട്ട്. അപ്പോ അമേരിക്കയിൽ എന്റെ അളിയൻ ഒബാമ ഭരിക്കുന്നു. നൈഗരയിലൂടെ കുറെ വെള്ളം ചാടുന്നു. സ്വാതന്ത്ര്യദേവി കയ്യിൽ വിളക്കും പൊക്കി നിൽക്കുന്നു. പോരെ മോളെ, ഞാനും നിന്റെ അമ്മയും അമ്മാവനും കൂടെ നിന്നെയും നിന്റെ അച്ഛനെയും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു.
ശുഭേ 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 ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയട്ടെ. Hey guys, what's happening here? This is the Indian style of love making. Wow, Indian style is very wild. Oh yeah. Carry on, enjoy. Bye. Bye. ശുഭേ ശുഭേ ഐ എം സോറി. പ്ലീസ് വന്ന് വണ്ടി കയറ്. ഞാൻ പോവാ. എനിക്ക് ഇപ്പൊ വീട്ടിൽ പോണം. ശുഭേ ഇത് കാടാണേ. കാട് എനിക്ക് പുല്ലാടോ. ഞാൻ വരില്ല വരില്ല വരില്ല. ആ എന്നാ പൊയ്ക്കോ. പോകുന്ന വഴിക്ക് വല്ല ചെന്നായ്ക്കളുണ്ടാവും. പേടിക്കണ്ട, കല്ലെടുത്തെറിഞ്ഞാൽ മതി. പൊയ്ക്കോളൂ. പിന്നെ വല്ല ചീറ്റപ്പുലിയും സിംഹമാണെങ്കിൽ കല്ലെടുത്തെറിയണ്ട. പോത്തില്ല. ആരെ അറിഞ്ഞെന്ന് നോക്കാൻ അവൻ ഇങ്ങോട്ട് വരും. എന്റെ ദേഹത്ത് തുടരുത്. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ആവശ്യമില്ലാതെ എന്നോട് മിണ്ടാനും വരരുത്. മിണ്ടില്ല. പിന്നെ ഈ വൃത്തികെട്ട ചിരിയുണ്ടല്ലോ, അതും വേണ്ട. ആയിക്കോട്ടെ. മുറിയൊക്കെ എങ്ങനെയാ? വലുതാ? മുറികളൊക്കെ ഉണ്ട്. എന്റെ റൂമിൽ ഞാൻ മാത്രമായിരിക്കും. ആഹാരമൊക്കെ അങ്ങോട്ട് കൊണ്ട് തന്നാ മതി. തുണി അലക്കിക്കൊണ്ട് തരണോ? എന്താ? ഒന്നുമില്ല. തുണിയൊക്കെ ഞാൻ പറഞ്ഞിട്ട് അലക്കിയാൽ മതി. ഞാൻ ഞായറാഴ്ച തന്നെ നാട്ടിലേക്ക് പോകും. 1 മാസത്തിനുള്ളിൽ എനിക്ക് ഡിവോഴ്സ് കിട്ടണം. കെട്ടിയിരിക്കണം. ആയിക്കോട്ടെ, വേണ്ടത് ഞാൻ ചെയ്തോളാം. എന്നിട്ട് ഞാൻ നല്ല അന്തസ്സുള്ള അമേരിക്കക്കാരനെ കെട്ടിപ്പോവും. അങ്ങോട്ടൊക്കെ എങ്ങനെ വലിഞ്ഞേറി വന്നേക്കരുത്. ഒരാഴ്ച നമ്മൾ ഒരു ക്വാർട്ടേഴ്സിൽ ഒന്നിച്ച് കഴിയുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അതെ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ഇതൊന്നും ഇപ്പൊ നാട്ടിൽ അറിയിക്കാൻ നിൽക്കണ്ട. അറിയിക്കും. എന്ത്? താൻ എന്നെ മാന്തിയതോ? ഇതൊക്കെ അച്ഛനോട് പറയാൻ പറ്റിയ കാര്യങ്ങളാണോ? എന്തായാലും ഞായറാഴ്ച അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പൊ പറഞ്ഞാ മതി. അത് ശരിയാ. പൂ അലർജിയാ. ഓഹോ. ഇത് കർണേട്ടൻ. ഇവരൊക്കെ മലയാളികളാ. നമ്മുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരാ. നിലവിളക്കും നിറപറയൊക്കെ വേണ്ടതായിരുന്നു, പക്ഷെ വഴിയില്ലല്ലോ. അതുകൊണ്ടാ മാല മാത്രാക്കിയത്. നല്ല ചേർച്ച, പൊരുത്തമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. പിന്നല്ലാതെ. മരുഭൂമിയിൽ ഒരു മലയാളി വരൻ, ഒരു പൈങ്കിളി കഥയുടെ ടൈറ്റിൽ പോലെയുണ്ട്. അല്ല, എന്താ വിനിയാ നിന്റെ കഴുത്തിലൊരു പോറല്? അത് ചെറിയൊരു തോമാച്ചൻ എന്താ പറയുന്നൊന്നുമല്ല ഉയരുണ്ട്. മധുവിധുവമ്മ പോറലും നീറിലൊക്കെ ഉണ്ടാവും. പെണ്ണ് കെട്ടിയിട്ട് അതൊന്നും അറിയില്ലേ? കെട്ടാത്ത എനിക്ക് പോലും അറിയാലോ. ദേ അവള് ഗർവിച്ചു തുടങ്ങി. നീ പോയി നിന്റെ കെട്ടിയനെ കൊഞ്ചിക്കടി മോളെ. ഞങ്ങള് തടസ്സാവുന്നില്ലേ? പിന്നെ പെട്ടിയൊക്കെ കിട്ടിയോ വിനിയാ? ആ കിട്ടി. സാധാരണ പെട്ടിയൊന്നും കിട്ടാറില്ല. ആരെങ്കിലും അതൊക്കെ അടിച്ചു മാറ്റും. ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അല്ലേ? മധുവിധുവിനെന്ത് ഡ്രസ്? അതെ, വിശദമായി എല്ലാവർക്കും പിന്നീട് പരിചയപ്പെടാം. ജസ്റ്റ് മാരീഡ്, ഡോണ്ട് ഡിസ്റ്റർബ്. ഓക്കെ ഓക്കെ ഓക്കെ. എൻജോയ്. ഇതൊക്കെ ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാ. നോൺസെൻസ്. തനിക്ക് വിവരമുണ്ടോടോ? സ്ത്രീകളുടെ റൂമിലേക്ക് കയറി വരുമ്പോ കഥക് മുട്ടണമെന്നറിയില്ലേ? ഓ സോറി. താൻ എന്റെ ആരുമല്ല. ഞാൻ തന്നെ ഡിവോഴ്സ് ചെയ്ത് വേറെ കെട്ടി അമേരിക്കക്ക് പോവാൻ പോവാ. ആയിക്കോട്ടെ. ഭർത്താവ് ചമഞ്ഞ് വന്നാണ്ടല്ലോ. ഇല്ല, ഇനി വരുന്നില്ല. ഇത്
ഇന്ദു എന്താ ഇത്? ഇത് കുറച്ച് ചോറും കറിയൊക്കെയാ, കുറച്ച് പായസവും ഉണ്ട്. താങ്ക്സ്. ശുഭേ, ഇത് ഇന്ദു ഭദ്രൻ, നമ്മുടെ നെയ്ബറാ. ഭദ്രൻ നമ്മുടെ പ്ലാന്റിലെ മെക്കാനിക്കാ. അണ്ണനല്ലേ? ഉറക്ക എണീറ്റിട്ടില്ല. പിന്നെ കുട്ടിയെ കണ്ട മഹാലക്ഷ്മി പോലെ ഉണ്ട്. എന്താ മഹാലക്ഷ്മി മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉവ്, സ്വപ്നത്തില്. ഞാനിത് ഒടക്കാണല്ലേ. മധുവിധുവിന് ശണ്ട കൂടുന്നവർക്കാ സ്നേഹം കൂടുന്നത്. അതിന് ശണ്ടയെന്ന് ആര് പറഞ്ഞു? ഈ മരപ്പട്ടിയോട് എന്തിനാ ശണ്ട? ഞാൻ ഞായറാഴ്ച നാട്ടിലേക്ക് പോവാ. എന്തിന്? ഞാനേ ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാൻ പോവാ. അതെയോ? ഇത്ര പെട്ടെന്നോ? മഹാലക്ഷ്മി ആള് കൊള്ളാലോ. കളിയല്ല, ഉറപ്പായും ഡിവോഴ്സ് കൊടുക്കും. ഉറപ്പായിട്ടും കൊടുക്കണം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാ. ഹൂവേ, ഇഷ്ടമില്ലാത്തോണ്ടാണല്ലോ മരപ്പട്ടി എന്നൊക്കെ വിളിച്ചത്. ഇത് ഇന്ദു പോയോ? ഓ, ജന്തു പോയി. എവിടെ തന്നെ പോരുന്നടി? മോളെ വാതിലും തുറന്നിട്ട് ഒരുങ്ങിക്കെട്ടി രാവിലെ എങ്ങോട്ടടിയായിരുന്നല്ലേ ഇത്? ഞാൻ അവർക്ക് കുറച്ച് ആഹാരം കൊടുക്കാൻ പോയതാ. അറിയാടി, നീ നിന്റെ മറ്റേനെ ഊട്ടാൻ പോയതല്ലേ? ദേ, അനാവശ്യം പറയരുത്. മിണ്ടരുത്, വെട്ടി നുറുക്കിക്കളയും. ആരാത്? ഇതാ ഭദ്രൻ, വലിയ കുഴപ്പക്കാരനാ. എല്ലാം ഇന്ദുവിന്റെ തലയിലെടുത്തു. അല്ലാന്ന് പറയാനാ. എത്തി നോക്കണ്ട. അയാളങ്ങനെ കണ്ട പിന്നെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. എന്നെപ്പോലല്ല. ഏതോ പിച്ചക്കാരാണെന്ന് തോന്നുന്നു. ഹായ് അമ്മ. Hi, how are you? I'm good. ഇത് അമ്മ, നമ്മുടെ ഹൗസ് മേറ്റാ. Wow, she's cute. You are new wife? Yes. How many children do you have? No children yet. No children. Then why did you get married? ഇവൾ എന്തൊക്കെ വൃത്തിയായി പറയുന്നേ? ഇവിടൊക്കെ അങ്ങനാ. ആദ്യം പ്രസവം, പിന്നെ കല്യാണം. അയ്യെന്നൊന്നും പറയണ്ട. നമ്മുടെ നാട്ടിലും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഞങ്ങൾ നല്ല തറവാട്ടുകാരാ, നിങ്ങളെ പോലെയല്ല. Oh, my sweetie. Sit here, my baby. ഇവളെന്തിനാ ഇങ്ങനെ ആനക്കുട്ടിയെ പോലെ ആടിക്കൊണ്ടിരിക്കുന്നേ? എന്തിന്റെ സൂക്കട വെക്ക്? ഇത് സൂക്കേടൊന്നും അല്ല, അവരുടെ ഒരു സ്റ്റൈലാ. ഇവളോടൊന്നും നിർത്താൻ പറ. അവരാടിയാലും പാടിയാലും തനിക്കെന്താ? പിന്നെ എങ്ങനെ ഇവളോട് സംസാരിക്കും? നമ്മളും അവരെ പോലെ ആടിക്കൊണ്ട് സംസാരിക്കണം. ദാ ഇങ്ങനെ. Emma? Yeah? Can we have some big beef and some toast? Take, sir? Fine. Perfect. Sure, perfect. പേടിക്കണ്ട, ഇത് പാസിയാ. ഇവൻ നമ്മുടെ ഫാമിലി മെമ്പറാ. ഞങ്ങൾ മലയാളികളിട്ട പേരാ. ഇവിടെ ഈ ക്വാർട്ടേഴ്സ് വരുന്നതിന് മുമ്പ് ഒരു മരം ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഇവന്റെ പൂർവികർ താമസിച്ചിരുന്നത്. ക്വാർട്ടേഴ്സ് വന്ന കാര്യമൊന്നും മൂപ്പര് അറിഞ്ഞിട്ടില്ല. പകൽ ഇവിടെയാ താമസം. മൂപ്പര് നൈറ്റ് ഡ്യൂട്ടിയാ. പാവാ. അത് നേരാ. എന്ത്? അല്ല, ഇതേ താൻ നല്ല മണിമണി പോലത്തെ പോയിന്റ്സ് അല്ലേ പറയുന്നത്? ആ നോട്ടം വേണ്ട. എന്താ? അല്ല, പോയിന്റ്സ് ഞാൻ നേരെ വായിച്ചില്ല. താനേ ബുക്കിലുള്ളത് വായിച്ചാ മതി. ഓ, കൊന്നോടെ വെച്ചോണ്ടിരിക്കുന്നു. മയക്കത്തിൽ ഞാൻ സിറിലിന്റെ മെയിൽ ഓർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കിടക്കാൻ പോവാ. ശുഭയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ പേടി
എനിക്ക് പേടിക്കേണ്ട താനാ. ഇതേതാ പടം? 22 ഫീമെയിൽ കോട്ടയം. എന്തിനാ ഇങ്ങനത്തെ ഭയങ്കര പടങ്ങളൊക്കെ കാണുന്നത്? എൻ്റെ അടുത്ത് കുറച്ച് കോമഡി പടങ്ങളുണ്ട്, ഈ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ. നല്ലതാ. പോടാ. പിന്നെ ശീലായിക്കോളും. അതവിടെ വെച്ചേ. അതവിടെ വെക്കാനല്ലേ പറഞ്ഞേ? ഓറഞ്ച് അല്ലേ? മരങ്ങോടൻ നിക്കറോട്ടോണ്ട് നടക്കുന്നു. എന്താ ഉറങ്ങിയില്ലേ? അത് എനിക്ക് പേടിയാ. പേടി തനിക്ക്? പേടിക്കേണ്ടത് ഞാനല്ലേ? ഭാസി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയല്ലോ. അവൻ മുൻവാതിലൂടെ അഴഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോർ അടച്ചത്. അതെ, പക്ഷെ അതോടനെ തിരിച്ചു വന്നാലോ? ആ, അത് നേരാ. പാമ്പല്ലേ, ചിലപ്പം ഡിന്നറിനുള്ള ഇര കിട്ടിയാ അതും വിഴുങ്ങിച്ച് നേരത്തെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പേടിയാണെന്ന് പറഞ്ഞില്ലേ? പേടിയാണെങ്കിൽ ഇവിടെ കിടന്നോ. ഇവിടെ ആവുമ്പോ എന്നെയല്ലേ പേടിക്കണ്ടുള്ളൂ. കോമഡി പടം കണ്ടാൽ മതി എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ആ, ഞാൻ ഉറങ്ങി. അതെന്താ? അത് ഹൈന എന്ന പേരുള്ള മനുഷ്യനെ തന്നെ മൃഗത്തിന്റെ ശബ്ദം. പേടിക്കണ്ടെന്നേ. ഹൈനയല്ല, ആര് വന്നാലും ഞാൻ ഇവിടില്ലേ. കൊല്ലും ഞാനാണ്. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അല്ല, നമ്മൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ലെന്നേ. പക്ഷെ അമേരിക്കക്കാർക്ക് അതൊരു പ്രശ്നമല്ല. ഈ കാര്യത്തിലൊക്കെ അവർ വളരെ ലിബറലാ. പിന്നെ അമേരിക്കക്കാരന് ഡിവോഴ്സ് കഴിഞ്ഞ് രണ്ടാമതൊരു കെട്ടെന്നൊക്കെ പറയുന്നത് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്ത് രണ്ടാമതൊരെണ്ണം തുടങ്ങുന്ന പോലെ ഉള്ളൂ. ഇൻ ദാറ്റ് വേ യു ആർ റിയലി ലക്കി. എനിക്ക് പേടിയാവുന്നു. ഞാനില്ലേ? അതെ, ഇതൊന്നും ഇനി ആരോടും പറയണ്ട. എപ്പോഴാ ഡിവോഴ്സിന് വേണ്ടി നാട്ടിൽ പോണേ? മരപ്പട്ടി ഉണർന്നോ? ഇല്ല. Nakupenda, nakutaka, tuko pamoja ioni. Halala, oh, ay, 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 oh no. Ay, 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 yo, oh, oh, ay, yo, oh, oh, nakupenda, nakutaka, tuko pamoja jioni. നാണം വന്നോ തിങ്കൾ പെണ്ണെ, കാണാതെ മേഘം മുത്തം തന്നോ. Usianto,
മോഹക്കുറുമ്പൻ രാവിലാരും കാണാതെ നാണം വന്നോ തിങ്കൾ പെണ്ണെ കാണാതെ മേഘം മുത്തം തന്നോ നാണം വന്നോ തിങ്കൾ പെണ്ണെ കാണാതെ മേഘം മുത്തം തന്നോ പൂന്തേൻ കിണ്ണം കട്ടെടുത്തോ മോഹക്കുറുമ്പൻ രാവിലാരും കാണാതെ മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. എല്ലാ മറുനാടൻ മലയാളികൾക്കും വെള്ളമകത്ത് നിന്നാ വരുന്നത് ഒരൊറ്റ പാട്ടാ. ഇപ്രാവശ്യം നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചു വരത്തില്ല. താനിത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? താനും പോവില്ല, ഞാനും പോവില്ല. എടോ, ആ കൊച്ചു കേരളത്തിലെ രാഷ്ട്രീയം അല്ലാതെ വേറെന്ത് തൊഴിലുള്ളത്? അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് സോളാർ ബിസിനസ് തുടങ്ങാം. അതാണെങ്കിൽ ഇഷ്ടം പോലെ കാശും വരും, പത്രത്തിൽ പടവും വരും, നാട് മുഴുവൻ VIP പോലെ പോലീസുകാരുടെ അകമ്പടിയോടെ നടക്കാനും പറ്റും. നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം തീർത്തുകൊള്ളും. എന്തൊക്കെയാണേലും നമ്മുടെ സ്വന്തം ജന്മനാടല്ലേ. ശുഭേ, വൈനുണ്ടോടി മോളെ? ഉണ്ട് ചേച്ചി. എമ്മ കമിങ്. സാർമാരൊക്കെ ഫിറ്റ് ആണല്ലോ അല്ലേ? എന്തേത്? താങ്ക് യു. വിനയൻ സാറാ, ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. ഇതാര്? ഇനി വരാൻ പാടി മോളെ.
ഭദ്രണ്ണ നമുക്ക് നമുക്ക് ആഘോഷിക്കാം. ആ പെണ്ണിന്റെ ഒരു ഗതികേട്. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഏയ് വേണ്ട വിനയ, നീ ഇടപെട്ട കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. നിനക്കറിയില്ലേ അവനെ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സ്വന്തം മോളായിരുന്നെങ്കിലോ? അവനോട് നമ്മൾ സംസാരിച്ചാൽ അവൻ നമ്മളെയും തല്ലും. നമുക്കിവിടെ ജീവിക്കണ്ടേ? ശുഭേ ചാഴിഞ്ഞാട്ടം നിർത്തി തരാനി. എന്റെ ദേഹത്തെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. വാ. മാറ്റിക്കടാ. ഇന്ദു എന്തിനിതൊക്കെ സഹിക്കുന്നു? നീ വരണ്ടായിരുന്നു ശുഭേ. എനിക്കിത് പുതിയ കാര്യമൊന്നുമല്ല. ജനിച്ച നാൾ മുതൽ അച്ഛൻ്റെ അടി, പിന്നെ ഏട്ടൻ്റെ. ഇപ്പൊ ഇവിടെ വന്ന് ഈ തല്ലും ചവിട്ടും. ഇതെന്റെ യോഗ. ഇനി അയാൾ നിന്നെ തൊട്ടാ വിവരം അറിയും. എവിടെ പോയി എല്ലാരും? പേടിത്തൂറികള് ഇറങ്ങി വാ. പിന്നെ സാറാ, സാറിനെ അവളെ വെച്ചങ്ങ് ഓർമ്മിച്ചോ? ഞാൻ അവളെ ഉപേക്ഷിച്ചു. എനിക്ക് വേണ്ട അവളെ. ഇന്നത്തേക്ക് ഭദ്രന് ഇവളെ മതി. അവളെ വിട്. ഇല്ലടാ, നീ എന്റെ ഭാര്യ എടുത്തില്ലേ? ഇനി അവളെ എന്റെ പട്ടിക്ക് പോലും വേണ്ട. ശവം. എനിക്ക് നീ ഇവളെ മതി. ഭദ്രണ്ണ അവളെ വിട. വിനയ വേണ്ട വിനയ, നീ അതിൽ ഇടപെടണ്ട. വിനയ ക്വാർട്ടേഴ്സിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. പുറത്ത് കെനിയൻ സർക്കാരും അവരുടെ പോലീസൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും നമ്മുടെ കാര്യത്തിൽ ഇടപെടില്ല. അതാ അവനിത്ര വിളച്ചില്. എന്തായി വിനയേട്ടാ? ആ ഭദ്രനും എമ്മയും തിരിച്ചു വന്നോ? എമ്മ ഇനി തിരിച്ചു വരില്ല. അയ്യോ, അതെന്താ? വണ്ടി ആക്സിഡന്റ് ആയി. എമ്മ അപ്പൊ തന്നെ മരിച്ചു. ഭദ്രനെ കാണാനുമില്ല. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. എമ്മയുടെ ഗോത്രക്കാര് വലിയ കുഴപ്പക്കാരാ. അവരുടെ പെണ്ണുങ്ങളെ ആരെങ്കിലും കൊന്നവന്റെ പെണ്ണിനെ അവർ കൊണ്ടുപോകും. അത് അവരുടെ നിയമം. അപ്പോ ഇന്ദു എവിടെ? ഞാൻ കൊറേ വിളിച്ചതാ, വന്നില്ല. ഒന്നും മിണ്ടാതെ ഒരേ ഇരിപ്പ. ഒന്നും കഴിച്ചിട്ട് കൂടിയില്ല. ഇന്ദു ഇന്ന് അവിടെ ഒറ്റയ്ക്കിരിക്കണ്ട. നീ വാ. ഇന്ദു, ഇന്ദു, ഇന്ദു,
ഇവിടെ എന്തോ ഇനി ഇനി അവരെങ്ങാനും ആ കർണേട്ടാ എന്തായി? നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഡ്രൈവിങ്ങിലാ. എന്താ? ശുഭയുണ്ടോ കൂടെ? ഉണ്ട്. നീ ഒന്ന് വണ്ടി നിർത്തി പുറത്തിറങ്ങ. എന്താ കർണേട്ടാ? പറയാം. ഇറങ്ങിയോ? എന്താ വിനേട്ടാ, എന്തു പറ്റി? പോലീസ് എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അവര് പറയുന്നത് എമ്മയുടെ ആൾക്കാർ ഇന്ദുവിനെ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടവരുണ്ടെന്ന്. கடவுளே, அப்படியா சார்? நான் சீக்கிரமாக ஊருக்கு வரேன். எத்தனை ஏக்கர்? 40 ஏக்கர்ஸா? சரி சரி, அட்வான்ஸ் கொடுத்துருங்க. ம். അയ്യർ സാർ, ആകെ കുഴപ്പമായി. വാട്ട്? സാർ ഉടനെ എൻ്റെ കൂടെ വരണം. Sir! Sir! Oh my God. Sir! ശുഭേ, ശുഭേ, ശുഭേ. വിനയ്, ടേക്ക് her please. எம்மாவோட ஆளுங்க தான் இப்படி செஞ்சிருப்பாங்க. സാർ, ഇന്നലെ മുതൽ ഭദ്രന്റെ വൈഫ് ഇന്ദുവിനെയും കാണാനില്ല. സെക്യൂരിറ്റി ചീഫ്ക്ക് ഇൻഫോം പണില്ലയാ? അറിയിച്ചു, പോലീസിനെ അറിയിച്ചു, ഒരു വിവരം പോലും കിട്ടിയിട്ടില്ല. ട്രൈബൽസിന് അവരുടേതായ കാട്ടാള നിയമങ്ങളും ഭരണവും ഒക്കെയാ. ഒരുത്തിനും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. സാർ, അപ്പൊ ഇന്ദു? கடவுளுக்கு தான் தெரியும். വിനേട്ടാ, 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 വിനേട്ടാ. ശുഭേ, ശുഭേ, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. Is she all right?
ഷീസ് ബെറ്റർ. ദാറ്റ്സ് ഗുഡ്. പാവം വന്ന ഉടനെ ഇങ്ങനൊരു പ്രോബ്ലം. അവളാകെ പേടിച്ചിരിക്കുകയാണ് സർ. വിനയ് ഒരു കാര്യം ചെയ്യും, கொஞ்ச നാൾ ഇങ്ങനൊന്ന് മാറി നിൽക്കും. യു നീഡ് എ ചേഞ്ച്. എങ്ങോട്ട്? உனக்கு நான் மெயின் பிளான்ட்லேக்கு இமீடியட் ட்ரான்ஸ்ஃபர் ரெடி பண்ணலாமான்னு பார்க்குறேன். அங்கே நல்ல ஹாஸ்பிட்டல் ஃபெசிலிட்டிஸ் எல்லாமே இருக்குது. இட்ஸ் அ பியூட்டிஃபுல் பிளேஸ். ஓகே, தேங்க்யூ சார். டேக் கேர். എട്ട് മണിക്കൂർ യാത്ര இருக்கு. வழியில் எங்கேயும் வண்டி நிறுத்த வேண்டாம். பத்ரனை கொன்னவர் சில்லறக்காரில்லை. நம்ம இந்தியன்ஸ் கேர்ஃபுல்லாக இருக்கணும். பயப்படாத. கன்னுள்ள செக்யூரிட்டிக்காரனா டிரைவர். அவளை நல்லா பார்க்கணும். தேங்க்யூ சார். ஓகே. Oh shit. What happened? We have puncture. I need to change a tile. Make it fast. Okay. ഇപ്പോൾ ശരിയാവും. Oh no! Sir! Oh Jesus! Run, run! For God's sake, please run! നോൺസെൻസ്. നീ അതൊക്കെ വെടി വെച്ചത്? ഇല്ലെങ്കിൽ അവരെന്നെ കൊന്നേനെ സർ. ടോക്ക് സെൻസ് വിനയ്.
வண்டி எங்கேயும் நிப்பாட்டக்கூடாது, வண்டியிலேருந்து இறங்கக்கூடாது. நான் உங்ககிட்ட எத்தனை வாட்டி சொன்னேன்? அவங்க ஏரியாவில் போய் அப்படி பண்ணால் அவங்க சும்மா விடுவாங்களா? சார் டயர் பஞ்சர் ஆயிட்டாണ് சார். ഇനി അതെല്ലാം சொல்லி പ്രയോജനമില്ല. നീ കൊന്നത് ഗോത്രവർഗക്കാരുടെ നേതാവിൻ്റെ മകനെയാണ്. അവങ്ങളോട് ആചാരപ്രകാരം നിന്നെ കൊന്നിട്ടേ അവർ ആ ശവശരീരം കുഴിച്ചിടുള്ളൂ അത്രേ. ആ ഡ്രൈവറെ അവർ പിടിച്ചു. നിന്റെ പേരും അഡ്രസ്സും അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവങ്ങൾക്ക് ഉന്നതാൻ വേണോ? ഉന്നെ അവരുടെ നേതാവിൻ്റെ മകൻ്റെ ഒപ്പം കുഴിച്ചിടാൻ. കാട്ടിൽ താമസിക്കുന്നവർക്ക് അവകാശപ്പെട്ട ഭൂമി നൽകാത്തതുകൊണ്ട് സർക്കാരുമായിട്ട് വലിയ വഴക്കിലാണ് അവർ. കഴിഞ്ഞ മാസം കയ്യേറ്റം തടയാൻ പോയ 32 പോലീസുകാരാണ് ഇവർ വെട്ടിക്കൊന്നത്. ഇവരെ ശാന്തമാക്കാനാണ് സർക്കാർ 20 കൊല്ലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് കടവുളുക്ക് താൻ തിരിയും. ആ ഭദ്രൻ്റെ പ്രശ്നമാണെങ്കിൽ തീർന്നിട്ടില്ല. அதுக்கு முன்பே கடவுளே, Hi, Mr. Sam. Hi, Mr. Ayer. Let the leaders come in. Okay. കേട്ടില്ലേ? പോലീസ് ചീഫ് സാം അവങ്ങகிட்ட പേസിട്ട് ഇருக்கு. പക്ഷെ അവർ ഒതുങ്ങുന്ന മട്ടില്ല. മുട്ടാളന്മാരാ. സർ, നമുക്ക് ഇന്ത്യൻ എംബസിയിലേക്ക് ഒന്ന് വിളിച്ചാലോ? അതൊക്കെ പിന്നീടല്ലേ. ആദ്യം ഇവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങുന്ന ആലോചിക്കും. സർ, എങ്ങനെയെങ്കിലും ഞങ്ങളെ... ദാറ്റ് ഈസ് വാട്ട് ഐ എം ട്രൈയിങ് മാൻ. ഈ നാട്ടിൽ എല്ലാ സ്ഥലത്തും അവരുടെ ആളുകളാണ്. അതല്ലേ പ്രശ്നം. റിലാക്സ്. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഞാൻ ജനറൽ മാനേജർ ക്രിസ്റ്റിനെ ഒന്ന് കാണട്ടെ. Sir, I have a request. Mr. Ayer, why did you cease production? I can't tolerate this. I need to report this to the US. Sir, he's our best guy. We have to save him. Fire him and hand him over to the police. Sir, they will kill him. Do what I say and start production right away. ഗവൺമെന്റിനെയും ഗോത്രവർഗക്കാരെയും സമാധാനിപ്പിക്കണം. ഈ വെളുത്തുള്ളിക്കാണെങ്കിൽ പ്രൊഡക്ഷൻ നടത്തണം. ഒരുത്തനുക്കും വിഷയം சொன்னா புரிய மாட்டேங்கிறது. ഉന്നെ പച്ചയ്ക്ക് പിടിച്ചു കൊടുത്ത് സ്വന്തം കാര്യം നടത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. നീ കവലപ്പെടാതെ. ഞാൻ പോലീസ് ചീഫ് സാം കിட்ட ഒന്നും കൂടി സംസാരിക്കട്ടെ. എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നവരേക്ക് നിങ്ങൾ രണ്ടുപേരും കമ്പനി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ മതി. അங்கே സെക്യൂരിറ്റി സ്ട്രോങ്ങാக இருக்கும். എനിക്ക് പേടിയൊന്നും വിനേട്ട. എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. നമുക്ക് വേഗം നാട്ടിൽ പോവാം. പോകാം.
നായർ സാർ നമ്മളെ സഹായിക്കും. നീ സമാധാനമായിട്ടിരിക്കുക. എന്തായി സാർ? യു ആർ വെരി ലക്കി. പോലീസ് ചീഫ് സാം നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. நல்ல வேலை அந்த ட்ரைபல்ஸ்க்கு உங்கள் ஃபேஸ் தெரியாமல் போனது. നിന്റെ പേരും അഡ്രസ്സും കൊണ്ടാണ് അവർ അന്വേഷിക്കുന്നത്. എല്ലാ ഗവൺമെൻറ് ഡാറ്റാബേസിലും നിന്റെ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാമെന്ന് സാം ഏറ്റിട്ടുണ്ട്. നമുക്കുള്ള ഒരേ ഒരു വഴി ഇതുதான். സർ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ രണ്ടുപേരെയും തിരിച്ചറിയാത്തത് കൊണ്ട് പ്ലാന്റിന് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റും. ஆனால் அந்த ஊர்லேருந்து வெளியில் போகிறது ரொம்ப கஷ்டம். போலீஸ்லும் பட்டாளத்திலும் ஏர்போர்ட்லൊക്കെ அவங்க ஆளுங்கள் இருக்கு. அவங்களுக்கு தெரியாம எப்படியாவது விமானம் ஏறணும். എങ്ങനെ? ദാ ഇനിമേ இதுதான் உங்க பாஸ்போர்ட். ഇത് സർക്കാർ രേഖയിലുള്ള ഒറിജിനൽ പാസ്പോർട്ടാണ്. ശ്രീലങ്കൻ തമിഴരുടേതാണ്. ആന്റൺ കുലസിംഗം, അമൃതവല്ലി. ഈ കുലസിംഗം ആരാണ് സർ? വെറും പേര്, ഇന്ത്യൻ പേര് വേണ്ടെന്ന് സാം തന്നെയാണ് പറഞ്ഞത്. അതാണ് സേഫ്. സോ ടേക്ക് കെയർ. സർ, ഇതൊക്കെ ശരിയാവോ? കവലപ്പെടാതെ വിനയ്. இந்த ട്രാപ്പ്ലേന്ന് തപ്പിக்கிறதுக்கு இதுதான் ഒരേ വഴി. എന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയില്ല സർ. പക്ഷേ ശുഭ ഇല്ല. ഇന്നലെന്ത് നീ കുലസിംഗം, ഇവ അമൃതവല്ലി കുലസിംഗം. ஞாபகம் வச்சுக்கோ. ഡ്രൈവർ പോലീസ് ചീഫ് സാമിൻ്റെ അടുത്ത ആളാണ്. നിങ്ങൾ പേടിക്കാതിരുന്നാൽ മതി. ആർക്കും ഒരു സംശയവും തോന്നില്ല. നാളേക്ക് കാലയിൽ നിങ്ങൾ എയർപോർട്ടിലെത്തും. 7:30 മണിക്കാണ് ഫ്ലൈറ്റ് വയ ഡർബൻ. നാട്ടിലേക്കുള്ള ടിക്കറ്റ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സർ. നോ വിനയ്, നീ എനക്ക് തമ്പി മാതിരി. താങ്ക് യു സർ. വൈകണ്ട, വേഗം ചെല്ല്. നിങ്ങൾക്ക് നല്ലത് വരും. ഗോഡ് ബ്ലെസ്. ഇതൊക്കെ ശരിയാവോ? ഒന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ടിരിക്കും. Stop! Where's your passport? Leta passport yako. Kuja hapa nani? Haraka. Cheti iko sawa?
Hakikisha ofisi kuu. Hivi amesema ni ukweli. Hao watu ni waofisa Sam, wachulie. Okay. Leta passport yake. Give me the passport. Thank you. Go. Asante. Go. Nenda. Take care, sir. Thank you. Go. Next. Please. Hi. Next, please. Can you remove your glass? Next. Both of us. Hi, welcome aboard. Hi, welcome. Ladies and gentlemen, welcome on board flight 723, departing from Kisumu to Durban. Everybody is requested to fasten your seat belt and sit in upright position for takeoff. Thank you. Mr. and Mrs. Kulasingham. Yes. Both of you are under arrest. You go inside. Madam, you wait here.
Are you Mr. Kulusinga? Yes. You are arrested as per the direction of Interpol. എന്താ പറ്റിയ വിനേട്ടാ? ആകെ കുഴപ്പമാണ് ശുഭേ. ഈ കുലസിംഗം ഒരു വലിയ ക്രിമിനലാണ്. അവനെ പിടിക്കാൻ പല രാജ്യങ്ങളിലെയും പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവന്റെ ഭാര്യ അമൃതവല്ലി. നീ ഇത് ചതിയാണല്ലോ വിനേട്ടാ. അതെ, ചതിയാണ്. അയാളുടെയും അയാളുടെ ഭാര്യയുടെയും പേരിൽ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി തന്ന നമ്മളെ നാട് കടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ എന്തോ കളിയുണ്ട്. നമ്മൾ ആരാണെന്നും എന്താണെന്നും ഇവിടുത്തെ പോലീസ് ഓഫീസർ ഡേവിഡിനോട് തുറന്നു പറയണം. പക്ഷെ അയാളെ എങ്ങനെ വിശ്വസിപ്പിക്കും? ഇത് കള്ള പാസ്പോർട്ട് അല്ല, നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഐഡന്റിഫിക്കേഷനുള്ള കുലസിംഗത്തിന്റെയും അമൃതവല്ലിയുടെയും ഒറിജിനൽ പാസ്പോർട്ടാ. അയ്യർ സാറിനെ ഈ വിവരം അറിയിച്ച അദ്ദേഹം വന്ന് സത്യം തുറന്നു പറയില്ലേ? I don't know this guy. Sir, he's lying. This is all because he wanted it this way. Hey, shut up. You are a bloody criminal wanted by Interpol. Sir, please don't believe him. It's a trap. He's just trying to save someone else. It is very hard to believe. Sir, please check my database. Please check with my company, BioAmerica. Please check my details, please. Okay. Give me your ID and the passport. Yeah, my name is Vinay. And my ID is 2348I7. Mr. Kulusinga, are you trying to fool me? Sir, I am not Kulusinga. Please believe me. Okay, I believe you. But at least you give me some evidence to prove to me that you are indeed who you claim to be, Mr. Vinay. Sir. Sir, he's my boss. You can ask him. Ayer sir. Sir, എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാനൊരു ക്രിമിനൽ ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുക. സത്യം എന്താണെന്ന് സാർ ഇവരോടൊന്ന് തുറന്നു പറയണം. സർ, Sir! Mr. Kulusinga, I'm very sorry. Take them to the Interpol tomorrow. Let them be interrogated. Sure. Come. അയ്യർ സാറ് നമ്മളെ ചതിക്കുകയായിരുന്നു ശുഭേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ല. നമ്മളിപ്പോൾ വലിയൊരു കെണിയില. രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല. വിഷമിക്കേണ്ട വിനേട്ടാ. നമ്മളെ എന്തായാലും ഇന്റർപോൾ ഓഫീസിലേക്ക് നാളെ കൊണ്ടുപോവല്ലേ. നമുക്ക് അവിടെ ചെന്നിട്ട് സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാം. എല്ലാം ശരിയാവും. Sam, who is Kulasingam? I mean the real one. Kulasingam, Aton Kulasingam. He operates under many names. No one has ever seen him in person, not even a photograph. He's an internationally infamous criminal, wanted by CIA, MI6, and ISI. Kulasingam started his career as a diamond smuggler before becoming professional hitman, expert snapper, the ultimate assassin. He has been hired by several international terrorist groups for killing high-profile enemies. We also did hire him once to kill our president candidate, Amin Ovango. Sasa nafurahi sana tupo pamoja kama familia. Hatujai kupata muda wa kuwa pamoja.
Oh, okay. Kweli, my dear one. Kweli, Nafurahi sana. Nafurahi kuwa na niye. itakuwa vizuri sana. Oh, my baby. Oh, sweetie. Darling, do you miss Daddy? Don't worry. We are going to enjoy this vacation. I think she's so happy to be with you. Kampeni ikisha nafikiri itakuwa Sure. vizuri. I'm sure with your love and support, we are going to win this election. There is no doubt. Who is that blocking the way? What's happening there? Hey man, move! 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 Oh my God! Who is My that? God! Oh no! Hey, stop him! We wanted to just kill Ovango, but Kolosingam made a blood feast of it, killing one and all except the prime target. Ovango survived the bullet that were pumped into him and is now the president. And one of his first degree in office was to find Kolosingam and finish him off. Kolosingam is now in grave danger. So am I. So are you. Yes, you too. You are part of the game now. So, don't try to escape. Hello. Yay! How are you? Hello, Mr. Anton. Hey. Meet Mr. Ayer. Oh, நீங்க தானா ஐயர்? தமிழா? தமிழ் தெரியும், இங்கிலீஷ் தெரியும், ஹிந்தி தெரியும், எல்லாம் தெரியும். ம்? அந்த வினையும் பொண்டாட்டியும் என்ன பண்ண போறீங்க? They're in a trap now. Let them escape. You mean? அவர் தானே இப்போ குலசிங்கம் அமிர்தவல்லி. If the Interpol gets to them, ரொம்ப பிரச்சனை ஆயிடும். அப்படியானா? அப்படியானா go of experience go. Sure. அப்படியானா finish them off. அந்த வாத்தியார் பாட்டை கேட்டது இல்லையா? அச்சம் என்பது மடமையடா, அஞ்சாமை அஞ்சாமை திராவிடர் உடமையடா. நிமிந்து நில், நிமிந்து நில். குலசிங்கம் சத்திட்டா நானும் சேஃப், சாமும் சேஃப், ஐயர் நீங்களும் சேஃப். அப்படித்தானே? அப்படித்தானே? நான் அனுப்பிய பணம் உனக்கு கிடைச்சிடுச்சா? கிடைச்சிச்சு சார். The final amount will reach you once the job is done. பயம் இருக்கா?
பயம் இருக்கா? இந்த டெசர்ட்ல நிறைய மிருகங்கள் இருக்கு. அவங்களுக்கு கடிச்சு தின்னதுக்கு இல்லை இந்த உடம்பு. அப்படித்தானே? அப்படித்தானே? ஆமா. சரி போய்ட்டு. சாம், take him away. Come on. Oh yeah. Thank you, my dear. Hi. Hello, sir. Hello, sir. Everything's fine. Yes, sir. Everything's fine. Yes, sir. You killed them and burned their bodies. Okay, sir. But I don't want any witnesses. Yeah. You get me? Yes, sir. What? You don't want any witness. I don't want any witnesses. Okay? Yes, sir. I know. Yeah. No witnesses. No witnesses. Right. Move! Get in! Quick! Where are we going? We are taking you to heaven. Ha 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 ha. ശുഭേ, നിന്നെ ഈ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി. Out! Out, out! Faster! Move! Move! Hands up! Go! Get up! Kneel down! Kneel down! Sit!
Wait. Come on, dear. Down. Down. I say get down. Get down, man. What are you doing, man? I want her. Kill him. Leave her alone. I said kill him. I said leave her. Man, kill him. You bloody, I will kill you. I said leave her. The bloody pervert! Two! Bastard! He has broken the tribal law. I know your girl's innocent. Go! Run! Run! Sir, Simon is dead. How? I killed him. What did you say? Why? Simon tried to kill me and rape that lady. I shot him and let them escape. I know they are innocent. Oh no! Oh my God! What have you done? Go, baby. Go. Sit down. Relax. It's my cup. It's my cup. Sit. It's my... Sit down. He cheated on us. Simon tried to kill him and rape that woman. So he killed Simon and prevented the rape and let them escape. You heard him. It's my cup. Relax, Sam. Relax.
Betty, Yep. zoom in. Okay. இங்க இருந்து தான் அவன் எஸ்கேப் ஆனது. எப்படி போனான்? இந்த ட்ரைபல் காலனி தான் வந்து சேர முடியும். சாமோட ஆளுங்களை அங்கே அனுப்பலாமா? No, it's tribal zone. It's out of bounds for the police. Isn't it, baby? Then? You late. They cannot remain there for more than 2 days. கவலைப்படாதீங்க ஐயா. நீங்க அந்த வாதியார் பாட்டை கேட்டது இல்லையா? தர்மம் தலை காக்கும், தக்க சமயத்தில் உயிர் காக்கும். கூட இருந்தே குழி பறித்தாலும் கொடுத்தது காத்து நிற்கும். Sam. Yeah. Come with me. Bye, baby. Sam, get me some steroids. This fucking thing called breath. அவங்க தப்பிச்சு போய் சேர்ந்துட்டாங்கன்னா? போய் சேர்ந்துட்டானா உங்களுக்கு வாழ்க்கை பூரா ஆப்பிரிக்கன் ஜெயிலில் நிம்மதியாக தங்கலாம். Don't worry. Be cheerful. Within 2 days முடிச்சு. Trust குலசிங்கம். Trust God. എല്ലാം തീർന്നു ശിവേ. ഇയാളാ ഞാൻ കൊന്നയാളുടെ അച്ഛൻ. ഇവര് നമ്മളെ തിരിച്ചറിഞ്ഞെന്നാ തോന്നുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. Hawa niya tuangu. Wacha niende nao. Ba. നിങ്ങളിതൊന്നും കണ്ട് പേടിക്കണ്ട. ഒരു കുഴപ്പമില്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആ നിൽക്കുന്ന സ്ത്രീയെയും കുഞ്ഞിനെയും കണ്ടോ?
വിനയന്റെ കമ്പനിയിലെ ആരോ വെടിവെച്ചു കൊന്ന ആളുടെ ഭാര്യയും കുട്ടിയോ? മരിച്ചയാളുടെ ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. കൊന്നയാളെ കണ്ടുപിടിച്ച് അതിനെ ഇല്ലാതാക്കുന്നത് വരെ ഈ പ്രാർത്ഥന തുടരും. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല, എന്നെ ആരും കൊണ്ടുവന്നതല്ല. ക്വാർട്ടേഴ്സിൽ നിന്ന് ഞാൻ സ്വയം ഇറങ്ങിപ്പോന്നതാ. എന്തിന്? ആ നശിച്ച ജീവിതം അവസാനിപ്പിക്കാൻ. എന്നിട്ട് എങ്ങനെ ഇവിടെ എത്തി? എന്നെ അവരൊന്നും ചെയ്തില്ല. എമ്മയെ കൊന്നതിനാ ഭദ്രേട്ടനെ അവർ കൊന്നത്. അതോടെ അവരുടെ പ്രതികാരം തീർന്നു. എമ്മയുടെ ആത്മാവിന് വേണ്ടി ചില കർമ്മങ്ങൾ ചെയ്യാൻ അവരെന്നോട് പറഞ്ഞു. ഞാനത് ചെയ്തു. ഭർത്താവ് മരിച്ചൊരു വിധവയായി എന്നെ അവർ കണക്കാക്കി. എന്നോട് ഒരുപാട് കാരുണ്യം കാട്ടി. എനിക്ക് സംരക്ഷണവും സ്നേഹവും എല്ലാം തന്നു. ഇന്ദു എന്താ തിരികെ വരാത്തെ? എന്തിനു വരണം? ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാവരും എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒരു മനുഷ്യ സ്ത്രീയെപ്പോലെ അന്തസ്സോടെ ജീവിക്കുന്നത് ആദ്യമായി ഇവിടെയാ. സന്തോഷത്തോടെ അവരെന്നെ അവരിലൊരാളായി സ്വീകരിച്ചു. വിനയനാണ് ഇവരുടെ ആളെ കൊന്നതെന്ന് ഇവരറിഞ്ഞിട്ടില്ല. അത് മഹാഭാഗ്യം. അറിയും മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റൂ. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കെ. നാളെ നേരം പുലർന്നോട്ടെ. വിനയ, കർണേട്ടാ,
എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. ഇവൻ്റെ കയ്യിലാണ് ഇന്ദു കത്ത് കൊടുത്തയച്ചത്. ടോങ്കോ ഇവിടുത്തുകാരനാ. യെസ് സർ. കുലസിംഗം വെടിവെച്ചു കൊല്ലാൻ നോക്കിയ നേതാവിൻ്റെ ഗാർഡായിരുന്നു. അന്ന് അയാളോടൊപ്പം ഇവൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഇവിടെയുള്ളവരെ കുറിച്ച് ഓർത്ത് ഇനി പേടിക്കണ്ട. കുലസിംഗം തന്നെയാണ് ഇവരുടെ ആളിനെ കൊന്നതെന്ന് ഞാൻ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. കരുണേട്ടൻ എത്രയും പെട്ടെന്ന് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. എന്തു വരുന്നില്ലേ? നിങ്ങളിപ്പോൾ രക്ഷപ്പെട്. എനിക്ക് ഉടനെ ഇവിടുന്ന് വരാൻ കഴിയില്ല. സമയാവട്ടെ, ഞാൻ വരാം. ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിക്കോ. ഇത് ടോങ്കോയുടെ സ്ഥലമാണ്. ഇവിടെ നിങ്ങളെ ഉപദ്രവിക്കാൻ ആരും വരില്ല. ഞങ്ങൾ ഇപ്പോൾ തന്നെ എംബസിയിൽ പോയി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയാക്കി നാളെ രാവിലെ തന്നെ വരാം. ഇന്നത്തേക്കുള്ള ഡ്രസ്സും ഭക്ഷണമാണ്. See you soon. ശരി അപ്പോൾ. வணக்கம் ஐயர். என்ன ஐயர் சார், பேக் எல்லாம் பேக் பண்ணிட்டு இருக்கீங்க? போகிறதுக்கு ரொம்ப அர்ஜென்சியா? அது வந்து சீக்கிரமா ஊருக்கு போகணும். ஊரா? ஒரு சின்ன ஃபேமிலி மேட்டர். ஃபேமிலி? அதுக்கப்புறம் குழந்தைங்கெல்லாம் பார்க்கணும். குழந்தை? ஆமாம், அதான் போகலான்னு நினச்சேன். ஆனால் சீக்கிரம் வந்துடுவேன். போங்க, சீக்கிரமா போங்க. ஆனால் திரும்பி வர வேண்டாம். போயிட்டே இருங்க. ஒரு தவறு செய்தா, அது தெரிந்து செய்தா, அவன் தேவன் என்றாலும் விடமாட்டேன். தலைவர் பேச்சு. കരുണേട്ടൻ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ്സ് ഒക്കെ സമയത്ത് കിട്ടിയാൽ നമുക്ക് ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കാം.
Anton Kulasingham, the real one. I have been to your land. The land of incestuous, inbreeding, fucking, scheming Mallus. Come here. No. You know something? You have the eyes of the antelope. An antelope is an endangered species in this part of the world. I cannot hurt you. But I cannot spare your husband. Sir, Kulasingham is here. Please get him. Come, guys. Come on, catch him. Don't let him get away. Catch him. Run faster. Shoot him. Shoot him down. Sorry for everything, Mr. Vinay. I have informed headquarters. Kulasingham and son will get them soon. Come, guys. Come with me. രണ്ടാളും സമാധാനമായിട്ട് നാട്ടിൽ ചെന്നിട്ട് വിളിക്കേ. ശരി മോളെ. ശരി. താങ്ക്സ് മാൻ. താങ്ക് യു. Thank you. Asante. Next. Hi. Thank you. Welcome. Next. Thank you. Yes. I'm Vinay. വിനേട്ടാ, Sir, please take the papers. Excuse me. വിനേട്ടാ, Take this, please. Good morning. Good morning. My papers. Excuse me. Excuse me, sir. Yeah? Can you remove your hat and glass, please? What? Can you please remove your hat and glass, please? Sure. BK Iyer. Perfect. Perfect. Have a lovely day. Thank you. Have a nice day.
മിസ്റ്റർ കുലസിംഗം. Hello, Mr. Kulasingam. Long time. Where have you been? Huh? Kulasingam! Kulasingam! How are you, man? Kulasingam! Keep away! Come on, guys! Get him! Wait! Don't shoot! Keep away! Don't shoot! Hold your fire! The flights are fueled! Don't shoot! I'll shoot this bitch! I'll shoot this bitch! Do not fire unless I say. Come on! Follow them! Go! Cover the right! Go! Oh no!
കള്ള പാസ്പോർട്ടിൽ പോരാൻ ശ്രമിച്ചതിന് പിഴയായി വലിയൊരു തുക ഞങ്ങൾ അടയ്ക്കേണ്ടി വന്നു. എങ്കിലും നാട്ടിൽ തിരിച്ചെത്തി. ഇനി മറുനാട്ടിലേക്കില്ലാന്ന് കരുതിയ വന്നെ. എന്നിട്ടെന്താ, ഏട്ടൻ പലയിടത്തും ജോലി ചെയ്തു നോക്കി. ഒന്നുമായിട്ടും അങ്ങനെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ നാട്ടുകാരുടെ വക ചോദ്യം, പോണില്ലേന്ന്. ഞങ്ങളെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചത് ആഫ്രിക്ക. ആ മണ്ണിൽ വെച്ച ഞങ്ങൾ പരസ്പരം ഒന്നിച്ചതും സ്നേഹിച്ചതും അറിഞ്ഞതും. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോ വിനയൻ വിനയേട്ടാ, എന്തായി, കഥ പറച്ചിൽ കഴിഞ്ഞോ? ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മാറിയിരുന്നേ ഉള്ളൂ. സമയം പോവാം. Passengers are requested to move to gate number 3 for boarding. Thank you. Nakupenda, nakutaka, tuko pamoja jioni. നാണം വന്നോ തിങ്കൾ പെണ്ണെ, കാണാതെ മേഘം മുത്തം തന്നോ. Husiyanto, balena mimi, huzini tenganishi. പൂന്തേൻ കിണ്ണം കട്ടെടുത്തോ, മോഹക്കുറുമ്പൻ രാവിലാരും കാണാതെ. Ibiso nikam padiye, oh oh. ഇനി എൻ ഇണനീ. Milele, milele. തമ്മിൽ തമ്മിൽ അലിയാം മെല്ലെ. Nakupenda, nakutaka, tuko pamoja jioni. Nakupenda, nakutaka, tuko pamoja jioni. നാണം